നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇത് എപ്പോൾ നടന്ന സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്? ടി.എം. ചന്ദ്രന്റെ ശബ്ദമാണോ അത്? ടി.എൻ. ചന്ദ്രനും അതുപോലെ തന്നെ അക്ഷയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇത് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇവർ പത്രസമ്മേളനം വിളിച്ചിരുന്നു. തൃശ്ശൂർ ക്ലബ്ബിൽ 28-നായിരുന്നു ഇവർ പത്രസമ്മേളനം വിളിച്ചത്. അത് സംബന്ധിച്ച് അതിന്റെ തലേദിവസം നടന്ന സംഭാഷണമാണ് ഇത്. ഇതിൽ അക്ഷയ് പറയുന്നുണ്ട്, BJP പിന്തുണയോടുകൂടിയുള്ള ഈ തുടർച്ചയിൽ തനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ താൻ ആ പത്രസമ്മേളനത്തിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മറ്റത്തൂർ സംഭവം അന്ന് നടക്കുമ്പോൾ പൂർണ്ണമായും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള പിക്ചർ ചില ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ. രാജിവെച്ച് കത്ത് കൈമാറിയെങ്കിലും ഇത് BJP പിന്തുണയ്ക്കുമെന്നും തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ജയിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അക്ഷയുടെ കൂടെയുള്ളവർ പറയുന്നത്. അപ്പോൾ അക്ഷയ് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ നാണക്കേട് കൊണ്ട് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ BJPയുടെ പിന്തുണയിൽ അധികാരത്തിലേറിയവർ അധികാരം രാജിവെച്ച് ഒഴിയട്ടെ, അതിനുശേഷമാകാം പത്രസമ്മേളനം എന്നൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത്. ചന്ദ്രനാണെങ്കിൽ അക്ഷയ് എങ്ങനെയെങ്കിലും സ്വാധീനിപ്പിച്ച പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. പത്രസമ്മേളനത്തിൽ അക്ഷയ് പങ്കെടുത്തതുമില്ല. പക്ഷേ ബാക്കിയുള്ളവർ ആ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത്തരത്തിൽ പലരെയും പലതരത്തിലൊക്കെ തന്നെ സ്വാധീനിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ തന്നെയാണ് മറ്റത്തൂരിൽ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. പക്ഷേ BJPയെ കൂട്ടുപിടിച്ച് ഇത്തരത്തിൽ അധികാരത്തിലേറിയത് കോൺഗ്രസിന് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത്, വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത്. നേരത്തെ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോഴും പറഞ്ഞിരുന്നു, DCC ആയാലും KPCC ആയാലും വർഗീയതയുടെ കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ യുവാവിനെ അക്ഷയെ പലതവണ സ്വാധീനിക്കാൻ ടി.എം. ചന്ദ്രൻ ആ സംഭാഷണത്തിൽ ശ്രമിക്കുന്നു കാണാം. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്നും പത്രസമ്മേളനത്തിൽ പറയണമെന്നുമാണ് ചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അയാൾ അതിന് വഴങ്ങുന്നില്ല. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ല എന്നും ചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇയാൾ വേണമെങ്കിൽ രാജിവെക്കാം, തൻ്റെ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാം എന്നുള്ള കാര്യം പറയുന്നത്. എന്തായാലും ഇതിലെ വിവിധ ഭാവങ്ങളുടെ ഒരു കണ്ടന്റ് കൂടി നമ്മൾ പുറത്തുവിടുകയാണ്. അതായത് ഇത്തരത്തിലൊരു സംഭാഷണവും ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ചന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടായിരുന്നു. ആ സമയത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇടപെടലുകളുടെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അമൃത, ആ സംഭാഷണം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഹലോ, ഞാൻ ചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കാം. ചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കാം. എന്ത്? അല്ല, അതിക്ക് വിളിക്കാം. അല്ല, അതിലേക്ക് അവിടെ റേഞ്ച്, ആ ഫോണിൽ സംസാരിക്കുമ്പോ റേഞ്ച് കിട്ടുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞു, നമുക്ക് BJPയുടെ സപ്പോർട്ടുണ്ട്, കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു, എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJPയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. അയ്യോ, ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ ആ 8 മെമ്പർമാരും കൂടെ വന്നിട്ട് നീ പറയ് BJPയുമായിട്ട് യാതൊരു ബന്ധമില്ല. നീ പറയേ. പറഞ്ഞല്ലോ, BJPയായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന പറഞ്ഞതോ കുഴപ്പം അല്ലേ? അവരെന്താ പറയാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? അതിന് നിനക്ക് നീ ഇതിനെ ഭയപ്പെടുന്നത്? അപ്പൊ നിനക്ക് എന്തോ കള്ളത്തരണ്ടല്ലോ അതില്. ഭയപ്പെടല്ല, ഇത് നാണക്കേടില്ലേ? ആൾക്കാർ നോക്കി ചിരിക്കുള്ളൂ. അതെ, വെല്ലോരുടെ വാക്ക് കേട്ട് ഞാൻ ഇന്നലെ അവിടെ തന്നെ സാധനം കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുണ്ടായിരുന്നു. അക്ഷയ് കാര്യം പറയണതേ, അല്ല, ഒരു കാര്യം അക്ഷയ് മനസ്സിലാക്കണത്, അക്ഷയ്ക്ക് ഈ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലേ? കിട്ടണ്ടായിരുന്നു, അപ്പൊ അക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അക്ഷയ്ക്ക് പറയാനുള്ള നമുക്കൊരു തടസ്സമില്ല. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വലിയ പ്രസിഡന്റായ BJPയുടെ സപ്പോർട്ടോടെ പ്രസിഡന്റായ ആള് രാജിവെക്കാണ്. ഞാൻ വലിയ അപ്പൊ നിന്റെ ആരോ അങ്ങനെയാണെങ്കിൽ അല്ല അക്ഷയ്, ഞാൻ ഇപ്പൊ സ്വതന്ത്രല്ല, എനിക്ക് അങ്ങോട്ട് പോയിക്കോടെ. അല്ലെന്ന് നീ എങ്ങനെ സ്വതന്ത്രനാണ്? പാർട്ടി രാജിവെച്ചു ഇന്നലെ ഒപ്പിട്ട് വാങ്ങിയത്. അതുകൊണ്ടത്തെ കാര്യം കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക് പാർട്ടി രാജിവെച്ച അല്ല. ഞാൻ പറയുന്നത് കേൾക്കക്ഷേ, നീ പറയുന്നത് കേൾക്കാദ്യം. ഞാൻ പറയണത്, നമ്മൾ 8 മെമ്പർമാരും ഒരിക്കലും അങ്ങനെ രാജിവെച്ചതൊന്നും സ്വതന്ത്രരാവില്ല. എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ? അപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നടരാജ് പരശുറാം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജായി മറ്റത്തൂരിലെ സംഭവത്തിന് ശേഷമുള്ള ടി.എം. ചന്ദ്രന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ തവണയും അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംസാരിച്ചോ അദ്ദേഹം? ഇല്ല, ചന്ദ്രന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടില്ല. ഇവർ പലപ്പോഴായി BJP-യോടുള്ളൊരു കൂട്ട് പ്ലാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോഴും ഇത്തരം സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ പല കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും DCCക്ക് ഇതൊക്കെ തന്നെ അവരുടെ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു തെളിവായി മാറുകയും ചെയ്യും. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഈ സംഭാഷണത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാം. BJP-യുമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ലെന്ന് നീ പത്രസമ്മേളനത്തിൽ പറഞ്ഞോ എന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും കേൾക്കാം. പക്ഷേ അക്ഷയുടെ ഭാഗത്തു നിന്നും അക്ഷയ് അത് വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച പോലുള്ള ഒരു പ്രതികരണമാണ് അക്ഷയ് കൊടുക്കുന്നതെന്നും ആ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാവും. നാണക്കേട് കൊണ്ട് പുറത്തേക്ക് തല കാണിക്കാൻ കഴിയുന്നില്ല, താൻ ഇനി ഒരു ഇടപാടനുമില്ല, വേണമെങ്കിൽ തനിക്ക് കിട്ടിയ വാർഡ് മെമ്പർ സ്ഥാനം പോലും ഉപേക്ഷിക്കാമെന്ന യുവാവ് പറയുന്നത് കൂടി ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുമ്പോഴും അതിന് ചരട് വലിച്ച നേതാക്കളും ഇത്തരം സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിലാവുന്നു എന്നുള്ളതാണ് അറിയുന്ന കാര്യം. ഈ കാര്യത്തിൽ പ്രാദേശിക നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വവും അതേസമയം DCCയും രണ്ട് തട്ടിലാണ്. പലതരത്തിലുള്ള ചർച്ചകൾ നേതൃത്വം ഇരു കൂട്ടരുമായി നടത്തി. അക്കാര്യത്തിലും DCCക്ക് അതൃപ്തിയുണ്ട്. DCCയിൽ പഴിചാരിക്കൊണ്ട് നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ DCC പ്രസിഡന്റിന് ഉൾപ്പെടെ നടപടി വേണമെന്നും തുടക്കം മുതൽ മറ്റത്തൂർ വിഷയത്തിൽ DCC പ്രസിഡന്റ് നിലപാട് തെറ്റായിരുന്നു എന്നൊക്കെ തന്നെ പ്രാദേശിക നേതാക്കളും വാദിക്കുന്നുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ചില ദിവസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ DCCയിൽ മറ്റത്തൂരിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മറ്റത്തൂരുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ മറ്റത്തൂരിൽ നിന്ന് DCC പ്രസിഡന്റിനെ ഘരാവോ ചെയ്യുന്നൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രതിഷേധങ്ങൾ നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം പോലും അത് ഇത്തരത്തിൽ BJP പിന്തുണ തേടിക്കൊണ്ടുള്ള ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അന്ന് ധരിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നേതൃത്വത്തിനും ബോധ്യമാവുന്നത്. എന്തായാലും ഈ സംഭാഷണമൊക്കെ തന്നെ പലതരത്തിലുള്ള അട്ടിമറികളുടെയും ഗൂഢാലോചനകളുടെയും കഥകളാണ് പുറത്തുവിടുന്നത്.